يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറ്റവും സ്നേഹാധീനരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാപരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ കഴിവിൻ പരമാവധി ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റെതായ ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ ഒരു സംഭവം അഥവാ ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു കഴിഞ്ഞ ഖുത്ബയിൽ നാം മനസ്സിലാക്കിയത്. ആദർശ സംരക്ഷണത്തിനും ഈമാൻ്റെ പൂർത്തീകരണത്തിനും വേണ്ടിയുള്ള ഒരു പലായനമാണ്. ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല ഹിജ്റ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശം അനുസരിച്ചുകൊണ്ട് പിറന്ന നാട്ടിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തത് അത് വിജയത്തിൻ്റെയും ആദർശത്തിൻ്റെയും പൂർത്തീകരണമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി വഹി ലഭിച്ച ആ സമയം വളരെ പ്രയാസത്തോടുകൂടി പ്രിയതമ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് എന്നെ പുതപ്പിട്ട് മൂടു ഖദീജ അനുഭവങ്ങളൊക്കെ പറയുകയാണ്. കേട്ടുകൊണ്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹ പ്രവാചകരെയും കൂട്ടിക്കൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഒരു ബന്ധു കൂടിയായ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട്, അദ്ദേഹം ക്രിസ്തീയ മതത്തിലെ ഒരു പുരോഹിതനായിരുന്നു. അറബി ഭാഷയിൽ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്ന എന്നാൽ മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു വറഖത്ത് ബിൻ നൗഫൽ. ചെന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഖദീജ റളിയല്ലാഹു അൻഹ വറഖത്തിനോട് പറയുകയാണ്. ആ സമയത്ത് വറഖത്ത് ബിൻ നൗഫൽ പ്രവാചകരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, മുഹമ്മദേ, നിന്നെ ഈ നാട്ടുകാർ ഇവിടെ നിന്നും ഓട്ടിക്കും, നീ പലായനം ചെയ്യേണ്ടി വരും. ഇത് കേൾക്കുമ്പോഴേക്കും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിശയത്തോടുകൂടി വളരെ വിസ്മയത്തോടുകൂടി ചോദിക്കുകയാണ്, ഔ മുഖ്രിജയ്യഹും, എൻ്റെ നാട്ടുകാർ എന്നെ പുറത്താക്കുമോ? കാരണം പ്രവാചകൻ വളർന്നത് അത്രയ്ക്കും സത്യസന്ധനായിട്ടാണ്. നാട്ടുകാരുടെ കണ്ണിൻ കൃഷ്ണമണി എന്ന് പറയുന്നത് പോലെയാണ് പ്രവാചകർ അവിടെ എല്ലാവർക്കും സ്വീകാര്യൻ. അതുകൊണ്ടാണ് അത്ഭുതത്തോടുകൂടി പ്രവാചകർ ചോദിക്കുന്നത്, എന്നെ അവർ പുറത്താക്കുമോ? അപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ പറയുന്ന മറുപടിയാണ്, നഅം, നിന്നെ പുറത്താക്കുക തന്നെ ചെയ്യും. യാ ലൈതനി, എൻ്റെ കഷ്ടമേ എന്ന് അദ്ദേഹം വിലപിക്കുകയാണ്. നിന്നെ പുറത്താക്കുന്ന ആ സമയത്ത് ഞാൻ യുവാവായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഇരുന്നുവെങ്കിൽ നിന്നെ ഞാൻ സഹായിക്കുമായിരുന്നു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വറഖത്ത് ബിൻ നൗഫലിൻ്റെ പ്രവചനത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്തതായി ചരിത്രം രേഖപ്പെടുത്തുകയാണ്. വിശ്വാസികളെ, ഹിജ്റ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്കെല്ലാം നേരിട്ട കൈപ്പേറിയ ഒരു അനുഭവമാണ്. അത് അള്ളാഹുവിൻ്റെ സന്ദേശവും കൂടിയായിരുന്നു. ഈ ഹിജ്റ കേൾക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഹിജ്റയുണ്ട്. നമ്മുടെ ഹിജ്റ എന്താണ് വിശ്വാസികളെ? ജനിച്ച നാട്ടിൽ നിന്നും പലായനം ചെയ്യലാണോ നമ്മുടെ ഹിജ്റ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വസ്ഥമായ ഒരു നാട്ടിലേക്ക് പോയി ജീവിക്കുക എന്നുള്ളതാണോ നമ്മുടെ ഉദ്ദേശം? ഒരിക്കലുമല്ല. അതിൻ്റെ അനിവാര്യത നമ്മുടെ ചുറ്റുപാടിലും ഇല്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാരണം.
എന്നാൽ ഓരോ വിശ്വാസിയും ഹിജ്റ ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, ഓരോ വിശ്വാസിയും ഹിജ്റ ചെയ്യണം, ജിഹാദ് ചെയ്യണം, സ്വന്തം ശരീരത്തോട് ത്യാഗം ചെയ്യണം. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 95-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുകയാണ്, ലാ യസ്തവിൽ ഖാഇദൂന മിനൽ മുഅ്മിനീന ഗൈറ ഉലിൽ ളററി വൽ മുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിഹിം വ അൻഫുസിഹിം. അല്ലാഹു നൽകിയ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർ, ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നവർ, ഒരു കാരണവും കൂടാതെ വീട്ടിൽ അടഞ്ഞുകൂടിയിരിക്കുന്നവർ, നമസ്കാരമുണ്ട്, എല്ലാമുണ്ട്, പക്ഷെ അവരുടെ ശരീരം കൊണ്ടോ അവരുടെ സമ്പത്ത് കൊണ്ടോ അല്ലാഹുവിൻ്റെ മഹനീയമായ സബീലിൽ, ആ മാർഗത്തിൽ ഒന്നും ചെലവ് ചെയ്യുന്നില്ല, ഒരു പരിശ്രമവും അവനില്ല. ഈ രണ്ട് വിഭാഗവും ഒന്നാകുമോ എന്നുള്ള അല്ലാഹുവിൻ്റെ ചോദ്യമാണ്. അഥവാ അല്ലാഹു നൽകിയ സമ്പത്ത് കൊണ്ടും അവൻ്റെ ശരീരം കൊണ്ടും ദീനിന് വേണ്ടി ധർമ്മസമരം ചെയ്യുന്നവരും ഇതൊന്നും ചെയ്യാതെ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് വീട്ടിൽ അടഞ്ഞുകൂടിയിരിക്കുന്നവർ സമമാണോ? അല്ലാഹു തആല അതിനുള്ള മറുപടി പറയുകയാണ്, ഫളലല്ലാഹുൽ മുജാഹിദീന ബിഅംവാലിഹിം വഅൻഫുസിഹിം അലൽ ഖാഇദീന ദറജ. അങ്ങനെ അല്ല. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുകയും തെറ്റുകൾ കാണുമ്പോൾ അരുതേ എന്ന് പറയുകയും അതിനെതിരെ സമരം ചെയ്യുകയും ചെയ്യുന്നവരും, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ അല്ലാഹു നൽകിയ സമ്പത്ത് ചിലവാക്കുകയും ചെയ്യുന്നവർ, അല്ലാഹു മഹത്തരമായ പ്രതിഫലം അവർക്ക് ഒരുക്കി വച്ചിരിക്കുകയാണ്. സ്വർഗമെന്ന ഉപകാരം, സ്വർഗമെന്ന വരദാനം അല്ലാഹു അവർക്ക് ഒരുക്കി വച്ചിരിക്കുകയാണ്. ചില സ്വഹാബികൾ അങ്ങനെ പെട്ടുവെന്നാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിൽ ആകൃഷ്ടരായതിന് ശേഷം ധർമ്മസമരത്തിൽ ഏർപ്പെടുവാനും സമ്പാദിച്ച മുതലിൽ നിന്നും ദീനിൻ്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുവാനും വേണ്ടിയുള്ള ആയത്തുകൾ ഇറങ്ങിയപ്പോഴേക്കും അവർ വീട്ടിൽ അടഞ്ഞുകൂടിയിരുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. ഹിജ്റ പോകുവാനായിട്ട് അല്ലാഹുവിൻ്റെ കൽപ്പന എത്തിയപ്പോഴേക്കും വിമുഖത കാണിച്ചുകൊണ്ട് മുഖം തിരിഞ്ഞു നിന്ന ചില സ്വഹാബികൾ ഉണ്ടായിരുന്നു. അവരെ കൂടക്കൂടികൾ എന്ന് വിളിക്കാം. അവർ മക്കയിൽ തന്നെ ജീവിച്ചു, അവിടെയുള്ള ആചാരങ്ങൾക്കനുസരിച്ചുകൊണ്ട്, അവിടെയുള്ള ജീവിതം അനുസരിച്ചുകൊണ്ട് നാടോടുന്നത് പോലെ അവരും ഓടിയെന്നാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഫസ്സിരീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അവർ തൗഹീദ് ഉൾക്കൊണ്ടവരായിരുന്നു, പ്രവാചകരെ അംഗീകരിച്ചവരായിരുന്നു, അല്ലാഹുവിൻ്റെ പൂർണ്ണമായും വഹദാനിയത്ത് ഉൾക്കൊണ്ടവരായിരുന്നു. പക്ഷേ അല്ലാഹുവിൻ്റെ ദിവ്യ സന്ദേശമാകുന്ന ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഒരു വിമുഖത കാണിച്ചു. മദീനയിലേക്ക് പോകുവാൻ വിസമ്മതിച്ചുകൊണ്ട് നാട്ടിൽ തന്നെ അടഞ്ഞുകൂടി. സമ്പാദിച്ച സമ്പാദ്യം, മക്കൾ, കുടുംബം, നാട്ടുകാർ, ഈ ഒരു പരിഗണന വെച്ചുകൊണ്ട് ചില സ്വഹാബികൾ നാട്ടിൽ തന്നെ ജീവിച്ചുവെന്നാണ്. അങ്ങനെ ജീവിച്ചതിൻ്റെ പരിണിത ഫലമാകട്ടെ ആ നാടോടൊപ്പം തന്നെ അവർ ജീവിച്ചു. ആദർശത്തെ മറന്നുകൊണ്ട്, ഉൾക്കൊണ്ട തൗഹീദിനെ വിസ്മരിച്ചുകൊണ്ട്, അല്ലാഹുവിൻ്റെ പ്രവാചകരുടെ വാക്കിനെ അവഗണിച്ചുകൊണ്ട് ആ നാട്ടിൽ ലയിക്കുകയും അങ്ങനെ ജീവിക്കുകയും അവർ അങ്ങനെ മരിച്ചു പോവുകയും ചെയ്തു. അവരുടെ മരണസമയത്ത് മലക്കുകൾ വന്നുകൊണ്ട് ചോദിച്ച രംഗമാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 97-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമി അൻഫുസിഹിം. സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്തവർ, തൗഹീദ് മനസ്സിലാക്കിയിട്ടും അഴുകുഴമ്പം നയം സ്വീകരിച്ചവർ, സുന്നത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടും നാട്ടുകാരെ ഭയന്നുകൊണ്ടും ഒറ്റപ്പെടുത്തൽ ഭയന്നുകൊണ്ടും അവർ താന്തോന്നികളായി ജീവിച്ചു. അങ്ങനെ ജീവിച്ചവരുടെ മരണസമയത്ത് മലക്കുകൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഖാലൂ ഫീമ കുൻതും, എന്തു പറ്റി നിങ്ങൾക്ക്? ആദർശം അറിഞ്ഞുവല്ലോ, നിങ്ങൾ തൗഹീദിനെ കുറിച്ചും ശിർക്കിനെ കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കിയതാണല്ലോ, എന്തു പറ്റി നിങ്ങൾക്ക്? അവർ പറയുന്ന മറുപടിയാണ്, എന്താണ് അവർ പറയുന്ന മറുപടി? ഖാലൂ കുന്നാ മുസ്തളഅഫീന ഫിൽ അർള്. ഇത് അന്നത്തെ സമൂഹത്തിലിറങ്ങി അല്ലെങ്കിൽ
ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചില മനുഷ്യരുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്ന ഈ ആയത്ത് ഇന്ന് എത്രത്തോളം ശരിയാകുമോ എന്ന് ഓരോരുത്തരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്ന മറുപടി കുന്നാ മുസ്തളഫീന ഫിൽ അർള്, ഭൂമിയിൽ ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരായിരുന്നു. തൗഹീദ് പറഞ്ഞാൽ ഞങ്ങളെ ഒറ്റപ്പെടുത്തും, തൗഹീദ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഊരുവിലക്കിടും, അതുകൊണ്ട് ഞങ്ങൾക്ക് തൗഹീദ് ഉണ്ടായിരുന്നു. ഞങ്ങൾ മൗനം പാലിച്ചത് നാട്ടുകാരെയും മഹല്ലിനെയും ഭയന്നുകൊണ്ടായിരുന്നു. ഇങ്ങനെയുള്ള മറുപടി പറയുന്ന ആ മനുഷ്യരോട് മലക്കുകൾ പറയുന്ന മറുപടിയാണ് വിശുദ്ധ ഖുർആനിൽ ഖാലു അലം തകുൻ അർളുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫിഹാ. എന്ത് വിവരം കേടാ നിങ്ങൾ ഈ പറയുന്നത്? അള്ളാന്റെ ഭൂമി വിശാലതയല്ലയോ? മക്കയിൽ നിങ്ങൾക്ക് തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള പ്രയാസം നേരിട്ടുവെങ്കിൽ റബ്ബിന്റെ ഭൂമി വിശാലമായില്ലയോ? പോയിക്കൂടെ? ഹിജറ പലായനം ചെയ്തുകൂടെ നിങ്ങൾക്ക്? എന്തിനാണ് ഇവിടെ അടിച്ചമർത്തപ്പെട്ടു കിടന്നത്? മനസ്സിലാക്കിയ തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള പ്രയാസം നേരിട്ടപ്പോഴേക്കും ദിവ്യ സന്ദേശം അനുസരിച്ചുകൊണ്ട് പുറപ്പെട്ട പ്രവാചകരുടെയും സ്വഹാബാക്കളുടെയും കൂടെ നിങ്ങൾക്കും ഒന്ന് പലായനം ചെയ്തുകൂടെ? എന്നിട്ട് ആയത്ത് അവസാനിപ്പിക്കുന്നത് നരകാവകാശികളാണ്. നരകാവകാശികളാണ്. അവർ ഹിജ്റ ചെയ്തിരുന്നുവെങ്കിൽ വമൻ യുഹാജിറു ഫീ സബീലില്ലാഹി യജിദ് ഫിൽ അർള്, അള്ളാഹുവിൻ്റെ ആ വാഗ്ദാനമാകുന്ന സന്ദേശമാകുന്ന ഹിജ്റ അവരുടെ ജീവിതത്തിൽ പൂർത്തീകരിച്ചിരുന്നുവെങ്കിൽ അവർ കണ്ടെത്തുമായിരുന്നു മുറാഗമൻ കസീറതൻ വസഅതൻ, ഭൂമിയിൽ നാം ഒരുപാട് ആനുകൂല്യങ്ങൾ അവർക്ക് നൽകുമായിരുന്നു, ഉപജീവനം നൽകുമായിരുന്നു, അവർക്ക് ഒരുപാട് സംരക്ഷണം നൽകുമായിരുന്നു, അഭയസ്ഥാനങ്ങളും അടിസ്ഥാന ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളും അവർക്ക് നാം ധാരാളമായി ചെയ്യുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്താണ് വിശ്വാസികളെ. അങ്ങനെ ഒരു ഹിജ്റ പോകുന്ന ഒരവസ്ഥയൊന്നും നമ്മുടെ രാജ്യത്തില്ല. പക്ഷെ നമുക്ക് ഓരോ വിശ്വാസികൾ എന്നുള്ള നിലയിൽ, വിശ്വാസിനികൾ എന്നുള്ള നിലയിൽ നാം മുഹാജിറുകളാണ്. എന്താണ് സമ്പൂർണമായ മുഹാജിർ? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന സ്വഹീഹുൽ ബുഖാരിയുടെ 10-ാം നമ്പർ ഹദീസും സ്വഹീഹ് മുസ്ലിമിന്റെ 41-ാം നമ്പർ ഹദീസും ഹിജ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വചനാമൃതമാണ് വിശ്വാസികളെ. നമ്മൾ നാട് വിട്ടുകൊണ്ട് മറ്റേത് നാട്ടിലും പോയി ജീവിക്കേണ്ട ഒരവസ്ഥയും നമുക്കില്ല. ജോലിക്ക് വേണ്ടി പോകുന്നതല്ല ഞാൻ ഈ പറയുന്നത്. തൗഹീദി സംരക്ഷണത്തിന്റെ പേരിൽ ഈ നാട് വിട്ടു പോയി മറ്റൊരു നാട്ടിൽ ജീവിക്കേണ്ട ഒരവസ്ഥയും നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇല്ല. പക്ഷെ നാം മുഹാജിറുകളാകണം. നാം ഓരോരുത്തരും പലായനം ചെയ്യുന്നവരാകണം. സ്വന്തത്തോടുള്ള ത്യാഗം ചെയ്യുന്നവരായിരിക്കണം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സമ്പൂർണനായ മുസ്ലിം ആരാണ്? സമ്പൂർണനായ മുഹാജിർ ആരാണ്? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അല്ലാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, ആരുടെ കയ്യിൽ നിന്നും നാവിൽ നിന്നും ഏതൊരു മുസ്ലിം രക്ഷപ്പെട്ടുവോ അവനാണ് സമ്പൂർണനായ മുസ്ലിം. സഹോദരങ്ങളെ, ഈ ഹദീസിനെ വിശദീകരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. സമ്പൂർണനായ മുസ്ലിം എന്ന് പറയുന്നവൻ ആരാണ്? അവന്റെ നാവിൽ നിന്നും അവന്റെ കയ്യിൽ നിന്നും സംരക്ഷിക്കപ്പെടണം. മറ്റു മുസ്ലിംകൾ സംരക്ഷിക്കണം. ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ മുസ്ലിമെന്ന് അവൻ ഇതാ വരികയാണ്, ഇന്ന് കുത്തുവാക്കുകളുടെ കൂമ്പാരമായിരിക്കും, എന്നെ കളിയാക്കും, എന്നെ കുറ്റപ്പെടുത്തും എന്നുള്ള ഒരു തോന്നൽ ആരെക്കുറിച്ചെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹം അതിനർഹനാണെങ്കിൽ അവൻ മുസ്ലിമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ, നമ്മുടെ ഈ നാവ് എന്ന് പറയുന്നത് ഇരുതല മൂർച്ചയുള്ള കത്ത് പോലെയാണ്. വിശ്വാസികളെ, ആ നാവ് കൊണ്ട് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും നയിക്കപ്പെടുമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആഴമേറിയ ബന്ധങ്ങൾ പോലും തകരുവാൻ കാരണം നാവാണ്. ഒരു വാക്കുമതി വിശ്വാസികളെ, ബന്ധമറ്റുപോയ കണ്ണികളെ വിളക്കി ചേർക്കുവാൻ, ഊഷ്മളമായ ബന്ധത്തിന് തകിടം മറിയുവാൻ അവന്റെ നാവ് മതി എന്ന് വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്.
നമ്മുടെ നാവിൽ നിന്നും വരുന്ന വാക്കുകൾ എത്ര ചെറുതാണെങ്കിലും മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, ഒരു വാക്കും ഉച്ചരിക്കപ്പെടുന്നില്ല ആ വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. കൃത്യമാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ നമുക്ക് ഹൃദയസ്ഥമാണ്. എന്നിട്ട് പോലും സമ്പൂർണനായ ഒരു മുസ്ലിം ആകുവാൻ നമ്മെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ നമുക്ക് എന്തോ എവിടെയോ സ്ഖലിതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബ് പറയുകയാണ്, അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂലൂ സദീദ, വഖൂലൂ ഖൗലൻ സദീദ, നല്ല വാക്ക് പറയണം, നല്ല വാക്ക് പറയണം. ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. വഖൂലൂ ലിന്നാസി ഹുസ്ന, മനുഷ്യരോട്, മുസ്ലിംകളോടല്ല, മനുഷ്യരോട് നിങ്ങൾ നല്ല വാക്ക് പറയണം. അത് പ്രബോധനത്തിലായിരുന്നാലും മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളിലായിരുന്നാലും എല്ലായ്പ്പോഴും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ നാവിൽ നിന്നും നിർഗളിക്കുന്നത് നല്ല വാക്കുകളായിരിക്കണം. ഇന്ന് സമ്പൂർണമായ മുഹാജിർ ആരാണ് സഹോദരങ്ങളെ? സമ്പൂർണനായ ഒരു പലായനം ചെയ്യുന്നവന്റെ വിശേഷണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ 10-ാം നമ്പർ ഹദീസ്, വൽ മുഹാജിറു മൻ ഹജറ മാ നഹല്ലാഹ്, അല്ലാഹു വിലക്കിയത് വെടിഞ്ഞവനാണ് ഏറ്റവും വലിയ സമ്പൂർണനായ മുഹാജിർ. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കണം. നാം ഇന്ന് നാട് വിട്ടുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യേണ്ട ഒരവസ്ഥയും ഇന്നില്ല. പക്ഷെ ഓരോ വിശ്വാസിയും മുഹാജിറാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അല്ലാഹു വിലക്കിയത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അല്ലാഹു വിലക്കിയത് വെടിഞ്ഞവനാണ് സമ്പൂർണനായ മുഹാജിർ. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് തന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുകയാണ്, വഹാദിഹിൽ ഹിജ്റ, ഇവിടെ പറഞ്ഞ ഹിജറ എന്ന് പറയുന്നത് തർക്കുമാ തദ്ഉ ഇലൈഹി നഫ്സുൽ അമ്മാറത്തു ബിസ്സൂഇ വശൈത്വാൻ, തെറ്റായ പ്രവൃത്തി അതിന് പ്രേരണ നൽകുന്ന മനസ്സിനെ വെടിഞ്ഞു കളയണം. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ രാജാവായ അസീസിനോട് പറഞ്ഞത് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിലെ 53-ാമത്തെ ആയത്തിൽ പറയുന്നു, ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി, റബ്ബിന്റെ കരുണ ലഭിച്ച മനസ്സൊഴികെ ദുഷ്പ്രവൃത്തികൾ ചെയ്യുവാൻ, ദുഷ്പ്രവൃത്തിക്ക് പ്രേരണ നൽകും. ഓരോ നഫ്സിനും ദുഷ്പ്രവൃത്തി ചെയ്യുവാനുള്ള പ്രേരണകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇല്ലാമാ റഹിമ റബ്ബി, അള്ളാന്റെ കാരുണ്യം ലഭിച്ചവർക്കൊഴികെ. നമ്മുടെ നഫ്സ് എന്ന് പറയുന്നത് തെറ്റായ ചിന്തകളിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അവിടെ അള്ളാഹുവിൻ്റെ ഒരു കരുണയുണ്ടെങ്കിൽ മാത്രമേ ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതാണ് ഏറ്റവും വലിയ മുഹാജിർ എന്ന് പറയുന്നത്. സ്വന്തത്തോട് തെറ്റിൽ നിന്ന് മാറി നിൽക്കുവാൻ നമുക്ക് സാധ്യമാകണം. അരുതാത്തത് എന്ന് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്, നാം പഠിച്ചിട്ടുണ്ട്, നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ് ഓരോ മുഹാജിറിൻ്റെയും ബാധ്യത. അത് വിദ്യാർത്ഥികളിലായിരുന്നാലും രക്ഷകർത്താക്കളിലായിരുന്നാലും യുവാക്കളിലായിരുന്നാലും അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു മുഹാജിർ എന്ന് പറയുന്നത് തെറ്റായ കാര്യം, അല്ലാഹു വിലക്കിയ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കണം. അവനാകുന്നു സമ്പൂർണനായ വിശ്വാസി എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ ഒരിക്കൽ സ്വഹാബികളോട് ഒരു ഉദാഹരണം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു കാലഘട്ടം വരാനിരിക്കുന്നു എൻ്റെ ഉമ്മത്തിന്. എന്താണ് ആ കാലഘട്ടത്തിൻ്റെ വ്യതിരിക്തത? വിശപ്പോട് ആർത്തി പൂണ്ടവർ, നല്ല വിശപ്പാണ്. അങ്ങനെ വിശപ്പ് പൂണ്ടവർ ആർത്തിയോടുകൂടി ഭക്ഷണത്തളികയിലേക്ക് ഭക്ഷണം കഴിക്കുവാനായിട്ട് ആർത്തിയോടുകൂടി അവൻ വരുമെന്നാണ് ഒരു ഉദാഹരണമാണ്. അതുപോലെ എൻ്റെ ജനതയെയും ആക്രമിക്കുവാനായിട്ട് ശത്രുക്കൾ വരുമെന്നാണ്. വിശപ്പോടെയുള്ള ഒരു മനുഷ്യൻ്റെ മുന്നിൽ ഭക്ഷണത്തളിക കണ്ടാൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ? എങ്ങനെയെങ്കിലുമൊക്കെ ഭക്ഷണം അത് കഴിക്കണമെന്നുള്ള ആർത്തിയായിരിക്കും. ഇതുപോലെ ഒരു കാലഘട്ടം വരാനുണ്ട് സ്വഹാബാക്കളെ. ഈ സമുദായത്തെ ശത്രുക്കൾ പിച്ചിച്ചീന്തുന്ന ഒരു കാലഘട്ടം.
ഇത് കേൾക്കുമ്പോഴേക്കും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ, ഞങ്ങൾ അന്ന് അഥവാ ഉമ്മത്തിൽപ്പെട്ടവർ കുറഞ്ഞവരായിരിക്കുമോ? ആൾക്കാർ കുറവുള്ളത് കൊണ്ടാണോ, അംഗസംഖ്യ കുറവുള്ളത് കൊണ്ടാണോ ശത്രുക്കൾ ഞങ്ങളെ ആക്രമിക്കുകയും അതുപോലെയുള്ള പ്രയാസങ്ങൾ പെടുത്തുകയും ചെയ്യുന്നത്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറുപടി, ബൽ അൻതും യൗമഇദിൻ കസീർ, നിങ്ങൾ ഒരുപാടുണ്ടാകും, ചെറിയ സംഖ്യയൊന്നുമല്ല, ഒരുപാടുണ്ടാവും നിങ്ങളുടെ അംഗസംഖ്യ. വലാകിന്നകും ഗുസാഉൻ കഉസാഉസ് സൈൽ, പറഞ്ഞിട്ടെന്ത് കാര്യം? വെള്ളത്തിലെ മാലിന്യം പോലെ, ചപ്പ് ചവറുകൾ പോലെയായിരിക്കും ആ സമുദായത്തിൽപ്പെട്ടവർ. അംഗസംഖ്യയൊക്കെ ഒരുപാടുണ്ട്, കോടികളുണ്ട്. പറഞ്ഞിട്ടെന്ത് ചെയ്യുവാൻ സാധിക്കും? വെള്ളത്തിന്റെ മുകളിൽ കാണുന്ന ചപ്പ് ചവറുകൾ പോലെ അവർ ചണ്ടികളായിത്തീരുന്ന ഒരവസ്ഥയായിരിക്കും ആ കാലഘട്ടത്തിലുള്ള വിശ്വാസികൾക്ക്. എന്നിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിക്കുകയാണ്, വല യൻസിഅന്നല്ലാഹു മിൻ സുദൂരിഹി അദുവ്വികുമുൽ മഹാബത മിൻകും, നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സുകളിൽ നിന്നും നിങ്ങളെക്കുറിച്ചുള്ള ഭയം അള്ളാഹു ഊരിക്കളയും. ഇസ്സത്തുണ്ടായിരുന്നു മുസ്ലിമീങ്ങൾക്ക്, ഭയമുണ്ടായിരുന്നു അവർക്ക്. വലിയ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയ കൊച്ചു സംഘങ്ങളെ അള്ളാഹു വിശദീകരിച്ചു തരുന്നുണ്ട്. പക്ഷേ അതിനേക്കാളുമൊക്കെ അംഗസംഖ്യ കൂടിയിരുന്നാൽ പോലും നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഭയം അള്ളാഹു മാറ്റിക്കളയും. എന്നിട്ട് പ്രവാചകർ പറയുകയാണ്, വലയഖ്ദിഫന്നല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹൻ, നിങ്ങളുടെ മനസ്സുകളിൽ വഹൻ പിടികൂടും, ബലഹീനത പിടികൂടും. യാ റസൂലല്ലാഹ്, എന്താണ് ഈ മൽ വഹൻ? വഹൻ എന്ന് വെച്ചാൽ എന്താണ്? ബലഹീനത എന്ന് വെച്ചാൽ എന്താണ് റസൂലേ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകരുടെ മറുപടി രണ്ട്, ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള ഇഷ്ടമാണ്, മരണത്തോടുള്ള വെറുപ്പാണ്. ജൂതന്മാർക്കാണ് മരണത്തോടുള്ള വെറുപ്പ്. നാം കഴിഞ്ഞ ഖുത്ബയിൽ മനസ്സിലാക്കുകയുണ്ടായി. ഇവിടെ മുസ്ലിംകളുടെ ചിലരുടെ സ്വഭാവത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകർ വിശദീകരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ ഒരുപാടുണ്ടാകും, അംഗസംഖ്യ ഏറ്റവും വലുതായിരിക്കും. പക്ഷേ അവരുടെ ഉള്ളകങ്ങളിൽ എപ്പോഴും ദുനിയാവിന്റെ പിന്നാലെയായിരിക്കും അവർ പോവുക. ദീനിന്റെ മാർഗത്തിൽ അവർക്ക് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാവുകയില്ല. അള്ളാഹു കൊടുത്ത നിഅമത്തിന്റെ പിന്നാലെ അവർ പോയിക്കൊണ്ടേയിരിക്കും. സമ്പത്തിന്റെ പിന്നാലെ അവർ പോകും. ദുനിയാവിനെ കുറിച്ച് മാത്രമായിരിക്കും അവരുടെ ചിന്ത. പിന്നെയോ മരണത്തെക്കുറിച്ചുള്ള ഒരു ഭയമുള്ള ഒരു സമൂഹം, അങ്ങനെയുള്ള ഒരു സമൂഹം എത്ര തന്നെ കൂടിയാലും ഒരു ഇസ്സത്തും ഉണ്ടാവുകയില്ല. ദുനിയാവാകുന്ന അതിന്റെ പിന്നാലെയായിരിക്കും അവർ പോകുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. വിശ്വാസികളെ, ഹിജ്റയുടെ സന്ദേശം എന്ന് പറയുന്നത് സ്വന്തം ദേഹത്തോട് തെറ്റിൽ നിന്നും മാറി നിൽക്കുക എന്നുള്ളതാണ്. അതാണ് പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതാണ് ഹിജ്റയുടെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. മുഹറം 10 എന്ന് പറയുന്നത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ ഷഹീദായ ഒരു ദിവസവും കൂടിയാണ് മുഹറം 10. ആ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വ്യതിരിക്തത എന്തായിരുന്നു? അലിയാർ തങ്ങളുടെ പൊന്നോമന മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വ്യതിരിക്തത നിലപാടായിരുന്നു. നമുക്കറിയാം അതിന്റെ ചരിത്രം. ഹിജ്റ 61 മുഹറം 10 54-ാമത്തെ വയസ്സിലാണ് കർബല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദാകുന്നത്. മുആവിയ എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ഹിജ്റ 64 മരിക്കുകയാണ്. പൈതൃകമായി കിട്ടുകയാണ്, ഖലീഫയുടെ ഭരണം ഏറ്റെടുക്കുകയാണ് സ്വന്തം മകൻ യസീദ്. ഇത് ഇസ്ലാമികമല്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. പൈതൃകമായി കിട്ടിയ ആ ബൈഅത്ത് ചെയ്യുവാൻ, പൈതൃകമായി കിട്ടിയ ആ ഭരണാധികാരിക്ക് ബൈഅത്ത് ചെയ്യുവാൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കൂട്ടാക്കിയില്ല. അവസാനം കൂഫക്കാർ അദ്ദേഹത്തെ ക്ഷണിച്ചു, നിങ്ങൾ ഇവിടെ വരണം, ഞങ്ങൾ നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാം.
അതൊരു വഞ്ചനയായിരുന്നു എന്ന് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന് മനസ്സിലായില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമാ പോലെയുള്ള പ്രഗൽഭന്മാരെല്ലാവരും പറഞ്ഞു, ഹുസൈൻ പോകരുത്, നിന്റെ പിതാവ് അലിയാർ തങ്ങളെ വഞ്ചിച്ചവരാണ് കൂഫക്കാർ. പക്ഷെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ വിശ്വസിക്കുകയില്ല, ഞാൻ പോവുക തന്നെ ചെയ്യും. ആ മുആവിയുടെ മകൻ യസീദുമായി ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും. അങ്ങനെ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പോവുകയാണ്, പുറപ്പെടുകയാണ്. കർബല എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ വളയുകയാണ്. പലരും പറഞ്ഞു, പിന്നോക്കം പോകണം, ഈ സ്ഥലം ശരിയല്ല, വഞ്ചിച്ചു കളയും. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ചോദിക്കുകയാണ്, മസ്മു ഹാദിഹിൽ അർള്, ഏതാണ് ഈ സ്ഥലം? മറുപടി പറയുകയാണ്, ഖാലൂ കർബല, ഇത് കർബലയാണ്. അപ്പോഴേക്കും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇവിടെയാണ് ഞാൻ ഷഹീദാകുന്നത്, ഇവിടെയാണ് ഞാൻ ഷഹീദാകുന്നത്. പ്രവാചകന്റെ പ്രവചനമാണ്. കർബ് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാണ്, ബലാ എന്ന് പറഞ്ഞാൽ പരീക്ഷണമാണ്. അങ്ങനെയാണ് കർബല, കഷ്ടപ്പാടുകളുടെ പരീക്ഷണം എന്ന് പറയുന്ന കർബല എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ തിരിച്ചു പോവുകയില്ല, പ്രവാചകരുടെ പ്രവചനം ഞാൻ ഓർക്കുകയാണ്, ഇവിടെ വെച്ചുകൊണ്ടായിരിക്കും ഞാൻ ഷഹീദാകുന്നത്. നമുക്കറിയാം അതിൻ്റെ ചരിത്രം. അവിടെയുള്ള ഗവർണർ ഉബൈദ് ബിൻ സിയാദ് എന്ന് പറയുന്ന ഗവർണർ വന്നുകൊണ്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, പറയുകയാണ്, നീ ബൈഅത്ത് ചെയ്യണം, നീ യസീദിന് ബൈഅത്ത് ചെയ്യണം, നിന്നെ രക്ഷപ്പെടുത്തുവാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും, അല്ലെങ്കിൽ നിന്നെ വധിച്ചു കളയും, ഗളച്ഛേദം ചെയ്യും എന്ന് പറയുന്ന ഭീഷണിക്ക് മുന്നിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ധീരമായ നിലപാട്, ഞാൻ ബൈഅത്ത് ചെയ്യുകയില്ല. പിതാവ് ഭരണാധികാരി ആയതുകൊണ്ട് പൈതൃകമായി കിട്ടിയ യസീദിന്റെ ഭരണത്തിൽ ഞാൻ അതൃപ്തനാണ്, ഒരിക്കലും ഞാൻ ബൈഅത്ത് ചെയ്യുകയില്ല എന്നുള്ള ആ നിലപാട് സ്വീകരിച്ച മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായ ദിവസമാണ് മുഹറം 10 എന്ന് പറയുന്നത്. വഞ്ചനയുടെ ചരിത്രം പറയുന്ന കൂഫയുടെ ദേശം, അവിടെയുള്ള കർബല, അവിടെയുള്ള ആൾക്കാർ കാണിച്ച ഏറ്റവും വലിയ വഞ്ചനയാണ്, ചതിയിൽ കൂടിയാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൊലപ്പെടുത്തിയത്. യൂഫ്രട്ടീസ് നദിയിൽ നിന്നും ഒരിറക്ക് വെള്ളം പോലും കുടിക്കുവാനുള്ള ഭാഗ്യം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ അവർ വധിച്ചു കളഞ്ഞത് എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ഇഴഞ്ഞിഴഞ്ഞു പോവുകയാണ്, യൂഫ്രട്ടീസിന്റെ നദിയുടെ വക്കിലേക്ക് പോവുകയാണ് ഒരിറക്ക് വെള്ളം കുടിക്കുവാനായിട്ട്. അങ്ങനെ വെള്ളം കോരി എടുത്തുകൊണ്ട് കുടിക്കുവാൻ പോകുന്ന സമയത്ത് ശത്രുപാളയത്തിൽ നിന്നും ശക്തമായ ഒരു അമ്പ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുയുടെ വായിലേക്ക് തുളച്ചു കയറിക്കൊണ്ട് അങ്ങനെയാണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്ത് നിന്നും ഷഹീദായത് എന്ന് ചരിത്രം പറയുകയാണ്. കണ്ണീരോടെ അല്ലാതെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേൾക്കുവാനോ പറയുവാനോ നമുക്ക് സാധ്യമാവുകയില്ല. ഈ ലോകത്ത് നിന്നും വിട പറയുമ്പോൾ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹുമ്മ അൻത സിഖതി ഫീ കുല്ലി കർബ്, അല്ലാഹുവേ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിന്നെയാണ് ഞാൻ ആശ്രയിക്കുന്നത്. വറജാഇ ഫീ കുല്ലി ശുദ്ദത്തിൻ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീയാണ് എൻ്റെ പ്രതീക്ഷ, എൻ്റെ പ്രത്യാശ. അല്ലാഹുമ്മ ഇന്നി അഷ്കൂ ഇലൈക്, അല്ലാഹുവേ നിന്നിലേക്കാണ് ഞാൻ ആവലാതി പറയുന്നത്. മാ യുസ്നഉ ബിബിനി ബിൻതി നബിയിക്, നിന്റെ പൊന്നാര പ്രവാചകന്റെ പൊന്നാര മകൾ ഫാത്തിമയുടെ മകനാണ് ഈ ഹുസൈൻ. അല്ലാഹുമ്മ അഹ്സിഹും അദദാ വലാ തുബ്ഖി മിൻഹും അഹദാ, ശത്രുക്കളെ നീ ഒരു പാഠം പഠിപ്പിക്കണമേ, അവരിൽ ഒരാളെയും നീ അവശേഷിപ്പിക്കല്ലേ അല്ലാ എന്നും പറഞ്ഞുകൊണ്ട് ആകാശത്തെങ്കിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് വിശ്വാസികളെ മുഹറം 10 എന്ന് പറയുന്നത്. ആ മുഹറം 10 പോലും
മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ നഹസാക്കിയിരിക്കുകയാണ്, എന്തോ ആഘോഷിക്കുകയാണ്. മുഹറം 10 വരുമ്പോഴേക്കും ഒരു ആഘോഷം പോലെ പത്തിരിയും റൊട്ടിയും ഇറച്ചിയും കടിച്ചുകൊണ്ട് മൃഷ്ടാന ഭോജനം നടത്തിക്കൊണ്ട് ഈ മുസ്ലിം സമുദായത്തിലെ പുരോഹിതന്മാർ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ സ്നേഹിക്കുന്നു എന്നുള്ള വ്യാജേന ഹുസൈൻ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കാത്ത ആദർശം ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുരോഹിതന്മാരുടെ ചുറ്റുപാടുമാണ് നാം ജീവിക്കുന്നത് എന്നുള്ള ഒരു ബോധം വേണം വിശ്വാസികളെ. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്തു നിന്നും വിട പറയുമ്പോൾ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അൻത സിഖതി ഫീ കുല്ലി കർബ്, എനിക്ക് ബാധിച്ച എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും റഹ്മാനായ റബ്ബേ നിന്നോടാണ് ഞാൻ ചോദിക്കുന്നത്, നിന്നിലേക്കാണ് ഞാൻ സർവ്വതും സമർപ്പിക്കുന്നത്, നിന്നിലേക്കാണ് എൻ്റെ ആശ്വാസം, നീയാണ് പ്രതീക്ഷ, നീയാണ് പ്രത്യാശ റബ്ബേ എന്ന് പറയുന്ന മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ സ്നേഹിച്ചിരുന്നു എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ അവർ രണ്ടുപേരെയും പൊന്നാര റസൂലുള്ളാഹ് ചുമലിൽ എടുത്തു വച്ചുകൊണ്ട് പറയുകയാണ്, ദുനിയാവിലെ റൈഹാൻ എന്ന് പറയുന്ന ചെടിയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഹുസൈൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള പരാമർശമാണ്. ദുനിയാവിലെ സുഗന്ധ പുഷ്പങ്ങളാണ് ഈ രണ്ടുപേരും. ഇവർ രണ്ടുപേരെയും ആരെങ്കിലും വെറുത്താൽ ഞാനും അള്ളാഹുവും അവരെ വെറുക്കുമെന്ന് പഠിപ്പിച്ചു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കന്മാരാണ് അൽ ഹസൻ വൽ ഹുസൈൻ, സയ്യിദ ശബാബിൻ അഹ്ലുൽ ജന്ന. ഈ രണ്ടുപേരും യുവാക്കളുടെ നേതാക്കന്മാരാണ് സ്വർഗത്തിൽ നിന്ന് പഠിപ്പിച്ചു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്കും വേച്ച് നടന്നു വരുന്ന ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ഹസൻ റളിയല്ലാഹു തആല അൻഹു നടന്നു വരും, വന്ന് വീഴും, വീണ്ടും എണീക്കും, വീണ്ടും വീഴും. ഈ രംഗം കണ്ടുകൊണ്ട് പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പോലും പൂർത്തിയാക്കാത്ത രീതിയിൽ മിമ്പറിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ഓടിപ്പോയി ആ രണ്ടുപേരെയും എടുത്തു വച്ച് ചുംബിച്ചു മാറോടണച്ചുകൊണ്ട് സ്വദഖല്ലാഹ്, അല്ലാഹ് പറഞ്ഞത് എത്ര സത്യമാണ്, ഇന്നമാ അംവാലുക്കും വഅൻഫുസിക്കും ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിശ്ചയമായും സമ്പത്തും മക്കളും ഫിത്നയാണ് എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് എത്ര സത്യമാണെന്ന് വിലപിക്കുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയ്ക്കും സ്നേഹിച്ചിരുന്നു മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അതിൽപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹു ഷഹീദായ ദിവസമാണ് മുഹറം 10 എന്ന് പറയുന്നത്. അതിന്റെ അനുസ്മരണകൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഷിയാക്കൾ കൊണ്ടാടുന്നത് നാം കണ്ടിട്ടുണ്ട്, നേരിട്ടും അല്ലാതെയും. അവർ സ്വന്തം ശരീരത്തെ വേദനിപ്പിച്ചുകൊണ്ടും ശക്തമായ ഇരുമ്പ് ദണ്ഡുകൾ കൊണ്ടും പീഡിപ്പിച്ചുകൊണ്ടും ബോംബെയിലും അതുപോലെയുള്ള ലോകത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ഷിയാക്കൾ ഇന്ന് ആഘോഷം നടത്തുകയാണ്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്തു നിന്നും വേർപെട്ട ഈ ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാ മുഹറം 10 കേരളത്തിൽ പോലും ഷിയാക്കളുണ്ട്. ആ ഷിയാ സ്വാധീനം കേരളത്തിലെ മുസ്ലിംകൾക്കും ബാധിച്ചു എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യമാണ് വിശ്വാസികളെ. മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിന്റെ അവസാന സമയത്ത് അല്ലാഹുവിനോടായിരുന്നു പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ഇന്ന് നിങ്ങൾ പരിശോധിക്കുക വിശ്വാസികളെ, 366 വക മൗലിദ് കിതാബ് എന്ന് പറയുന്ന ഒരു ഏട് പലരുടെയും വീടുകളിൽ ഉണ്ടാകും. ആ മാല മൗലൂദുകളുടെ 180-ാമത്തെ പേജിൽ മനാഖിബ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്, ഒരു മൗലിദുണ്ട്. ഹസൻ ഹുസൈനയുടെ കീർത്തനങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് 366 വക മൗലിദ് കിതാബിലെ പേജ് 180-ാമത്തെ പേജ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്ക് വായിക്കുവാൻ സാധിക്കും. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അവസാന സമയത്തുള്ള പ്രാർത്ഥനകൾ റബ്ബിനോടായിരുന്നുവെങ്കിൽ ഇവിടെയുള്ള മുസ്ലിം സമൂഹം, പണ്ഡിതന്മാർ, പുരോഹിതന്മാർ, മുസ്ലിയാക്കന്മാർ പാടുകയാണ്, അൽ മദദ് യാ നൂർ ഐനി യാ സലീലുൽ ഔറൈനി റുദ്ദ അന്നി ശർറ ഐനി യാ ഹുസൈൻ ഇബ്നു അലി. എൻ്റെ കണ്ണിന്റെ പ്രകാശമായ ഹുസൈനാരെ, അങ്ങാണ് എൻ്റെ സഹായം.
കണ്ണേറിന്റെ ഷർറുകൾ തടയുന്ന അലിയാർ തങ്ങളുടെ പുത്ര ഹുസൈനെ, അങ്ങാണ് എന്റെ സഹായം. പ്രയാസങ്ങളിൽ നിന്നെല്ലാം മാറ്റിത്തരേണമേ ഹുസൈനാർ തങ്ങളെ, ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം മാറ്റിത്തരേണമേ ഫാത്തിമയുടെ മകൻ ഹുസൈനാരെ. പൊന്നാര റസൂലുള്ളാഹിന്റെ പേരമോനെ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും മനോവിധകളും എല്ലാം മാറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകാശപൂരിതമായ ഒരു അന്തരീക്ഷം നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഹുസൈനാർ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഈ സമുദായത്തിലെ മുസ്ലിയാക്കന്മാർ അറിയില്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അവസാന നിമിഷത്തിൽ പോലും റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഹുസൈൻ, അല്ലാഹുവിനോട് തേടുന്ന ഹുസൈൻ, അല്ലാഹുവിനോട് ശക്വ പറയുന്ന ഹുസൈൻ, അല്ലാഹുവിനോട് സങ്കടം പറയുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു. ആ ഹുസൈനയാരെയാണ് വിളിച്ചുകൊണ്ട് ഈ മുസ്ലിയാക്കന്മാർ പാടിക്കൊണ്ടിരിക്കുന്നു. ഫനജ്ജീനാ മിൻ ശുറൂറിൽ ഹിസ്യ അബ്ദകുമാ ഹാദാ മുഹിബ്ബൻ അലൽ അയ്യാമി മദ്ഹകുമാ. ഹുസൈനാരെ, ഹുസൈനാരെ, ഞങ്ങളുടെ അടിമകളായ ഞങ്ങൾ നിങ്ങളുടെ അടിമകളാണ്. നിങ്ങൾ രണ്ടുപേരുടെയും അടിമകളായ ഞങ്ങൾക്ക് ബാധിച്ച എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വനജ്ജിനാ, ഞങ്ങളെ രക്ഷപ്പെടുത്തേണമേ, ഞങ്ങളെ ദുരിതത്തിൽ നിന്നും മാറ്റിത്തരേണമേ, ഞങ്ങൾക്ക് കാവലാകണമേ എന്ന് മഹാനായ ഹുസൈനാർ തങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മാലകൾ ഓതുന്ന ദിവസമാണ് മുഹറം 10. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൗത്രനായ ഹുസൈനാർ റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞ മുഹറം 10 അവസാന സമയത്ത് പോലും അള്ളാനെ മറക്കാതെ വിളിക്കുകയാണ് ഹുസൈനാർ. ഇന്നത്തെ മുസ്ലിമോ ഇതേ മുഹറം 10 വിളിക്കുകയാണ് ഹുസൈനാർ തങ്ങളെ. ശരീരത്തെ പീഡിപ്പിക്കുന്ന ഷിയാക്കളുടെ മാർഗം പിൻപറ്റുന്നവരാണ് നമ്മുടെ മുമ്പിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിലുമുള്ള ഒരുപാട് ആൾക്കാർ. മുഹറം 10 ആകുമ്പോൾ ശരീരത്തെ പീഡിപ്പിക്കുന്ന ദണ്ടുകൊണ്ടും ഇരുമ്പ് കൊണ്ടും ശരീരത്തെ പീഡിപ്പിക്കുന്ന ഷിയാക്കളിൽ നിന്നും മാതൃക ഉൾക്കൊണ്ടവരാണ് ഈ കേരളത്തിലെ സമസ്തക്കാർ. അതുകൊണ്ടാണ് അവർ ശരീരത്തെ പീഡിപ്പിക്കുന്ന ചില രംഗങ്ങൾ കുത്തുറാത്തീബെന്നും പറഞ്ഞുകൊണ്ട് ചില ഉറൂസ് കേന്ദ്രങ്ങളിൽ, ചില നേർച്ച കേന്ദ്രങ്ങളിൽ അവർ ആടുകയും പാടുകയും ചെയ്തുകൊണ്ട് നാവിനെ അറുക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്നു, ശരീരത്തെ പീഡിപ്പിക്കുന്നു, രക്തം വാർന്നൊലുകുന്നു. ആരാണ് ഇവരുടെ മാതൃക? ഷിയാക്കളാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വിശ്വാസികളെ, എത്രത്തോളം എന്നറിയുമോ ഈ ഷിയാക്കളുടെ സ്വാധീനം? കഴിഞ്ഞ ഖുത്ബയിൽ നാം സൂചിപ്പിച്ചു, അവരുടെ മാല മൗലൂദിലെ അക്ഷരങ്ങൾ പോലും വള്ളി പുള്ളി വിടാതെ അവർ പാടിക്കൊണ്ടിരിക്കുകയാണ്, അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം വിശ്വാസികളെ, ഈ സമസ്തക്കാരുടെ ഖുത്ബയുടെ അവസാനം ഒരു പ്രാർത്ഥനയുണ്ട്. 4 ഖുലഫാ റാഷിദീങ്ങളെ അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ചില പദങ്ങൾ, ആ പദങ്ങളിൽ പോലും അലിയാർ തങ്ങളെ കുറിച്ച് പറയുന്ന ഒരു പരാമർശം, അത്ഭുത ദൃഷ്ടാന്തങ്ങൾ കാണിച്ച് പ്രകടിപ്പിച്ച അലിയാർ തങ്ങളെ അല്ലാഹ് നീ തൃപ്തിപ്പെടണേ. മറ്റു 3 അമീറുൽ മുഅ്മിനീങ്ങൾക്കും ഇങ്ങനെ ഒരു വിശേഷണമില്ല. അലിയാർ തങ്ങളുടെ പേര് പറയുമ്പോൾ മാത്രം അത്ഭുത ദൃഷ്ടാന്തങ്ങൾ പ്രകടിപ്പിക്കുന്ന അലിയാർ തങ്ങളെ അല്ലാഹുവേ നീ തൃപ്തിപ്പെടുത്തണമേ. അതിൽ പോലും കൃത്യമായി ഷിയ സ്വാധീനം ഇന്നും നമ്മുടെ സമസ്തക്കാരുടെ പള്ളികളിൽ അവരുടെ ഖുത്ബകളിൽ കൂടി നാം കാണുകയാണ്, നാം കേൾക്കുകയാണ്. വിശ്വാസികളെ, ജാഗ്രതയോടുകൂടി നമ്മുടെ വിശ്വാസത്തെ നാം കാത്തു സൂക്ഷിക്കണം. ഷിഈ വിശ്വാസത്തിൽ നിന്നും കടമെടുത്ത ഈ സമസ്തയിലെ ഓരോ വിശ്വാസവും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കുത്തുറാത്തീബ്, ഈ മാലകൾ മൗലൂദ്, മരിച്ചവരോടുള്ള പ്രാർത്ഥന, ത്വലബൽ ഹാജത്തി, മരിച്ചവരോടുള്ള ഹാജത്ത് തേടൽ, ലൈസ ശിർക്കുൻ, അത് ശിർക്കല്ല. ലൈസൽ ത്വലബൽ ഹാജത്തി മിനൽ അംവാത്തി ലൈസ ശിർക്കുൻ. ഇത് ഇമാം ഖുമൈനിയുടെ വാദമാണ്. മരിച്ചവരോടുള്ള സഹായത്തേട്ടം അത് ശിർക്കല്ല എന്ന് പറഞ്ഞത് ഖുമൈനിയാണ്. അദ്ദേഹത്തിന്റെ കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം. ഇതേ വാദമാണ് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ പുരോഹിതന്മാരും. മരിച്ചവരോട് സഹായം തേടൽ ശിർക്കല്ല, കൃത്യമായിട്ട് പുലർന്നുകൊണ്ടിരിക്കുകയാണ് ഷിഈ വിശ്വാസം. പേരോ സുന്നികൾ.
സുന്നികൾ എന്നുള്ള പേരിലാണ് ഈ കാട്ടിക്കൂട്ടലുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ നെല്ലും പതിരും വേറിട്ട് മനസ്സിലാക്കുക. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത് നിലപാടായിരുന്നു. എന്ത് നിലപാട്? തെറ്റ് കാണുമ്പോൾ അരുതേ എന്ന് പറയുന്ന നിലപാട്. സ്വന്തം നാട്ടുകാരും വീട്ടുകാരും തെറ്റുകൾ ചെയ്യുമ്പോഴേക്കും കൂടക്കൂടികളാകുന്ന ഒരു നിലപാടായിരുന്നില്ല ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ നിലപാട്. അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ച മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മാതൃക പിൻപറ്റി ജീവിക്കുവാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.